ഹലോ ഗൈസ്. അപ്പം ഈ ചാനലിൻ്റെ പേര് വിക്. അപ്പം എന്താണ് ഈ ചാനൽ, എന്തിൻ്റെ പേരിലാണ്, ഞാൻ ആരാണ്, അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഈ വീഡിയോ എന്ന് പറയുമ്പം. അപ്പം ഓക്കെ, അത്യാവശ്യം നല്ലൊരു സ്പോട്ടുണ്ട്. ലൈറ്റ് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. സൂര്യൻ അവിടെ അസ്തമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അത്യാവശ്യം വെട്ടം കുറവാണ്. ഇതാണ് നമ്മുടെ വണ്ടി, അതായത് എൻ്റെ വണ്ടി. ഓക്കെ, അപ്പം ഈ ചാനലിൻ്റെ പേര് വിക്. അപ്പം എന്താണ് ആ ചാനൽ, അല്ലെങ്കിൽ എന്താണ് ആ പേരിൻ്റെ രഹസ്യം അല്ലേ? അപ്പം പേര് മറ്റൊന്നുമല്ല, ഈ വണ്ടിയെ TVS വിളിക്കുന്നത് തന്നെ ദ വിക്കറ്റ് മോട്ടോർ സൈക്കിൾ എന്നാണ്. ദ വിക്ട് മോട്ടോർ സൈക്കിൾ, അതെ. അപ്പം ആ ഒരു പേരിൽ നിന്ന് ഇൻസ്പയർ ആയി വന്നതാണ്, അല്ലാതെ എൻ്റെ പേരോ എൻ്റെ റിയൽ ലൈഫോട്ട് യാതൊരു ബന്ധവുമില്ല ആ പേരിന്. പിന്നെ ഓക്കെ, അപ്പോൾ എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലത്താണ്. പിന്നെ ഈ ചാനൽ എന്ന് പറയുമ്പം നമുക്കറിയാമല്ലോ, ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 125cc. അപ്പോൾ ഈ വണ്ടിയുടെ വീഡിയോസൊക്കെ വരുന്നുണ്ട്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറയാം. അപ്പം ഓക്കെ, ഓക്കെ, ഞാൻ പറഞ്ഞത് ഈ ചാനൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സാധാരണക്കാരൻ തുടങ്ങിയ ഒരു യാത്രകളെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ വണ്ടികളെ സ്നേഹിക്കുന്ന, അത് ഇന്ന വണ്ടി എന്നില്ല, ലൈക്ക് ഓക്കെ, അതിലോട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പം യാത്രകളെ സ്നേഹിക്കുന്ന, യാത്രകൾ കാണാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ വണ്ടികളെ പറ്റി സംസാരിക്കുക, അല്ലെങ്കിൽ യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീലിങ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരു ചാനലാണിത്. അല്ലാതെ നിങ്ങൾക്കിവിടെ ഒരു ലിറ്റർ ക്ലാസ് ബൈക്കൊക്കെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കതിലൊരു ഗ്യാരണ്ടി ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. നാളെ കിട്ടിയാൽ നമ്മൾ ഉറപ്പായിട്ടും കാണിക്കും. ഓക്കെ, സോ അതെ, അതാണ് നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം. പിന്നെ ഉള്ളത് ലൈക്ക് യാത്രകൾ. അതെ, യാത്രകളെന്ന് പറയുമ്പം എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരിക്കണമെന്നില്ല. കാരണം ഓരോ യാത്രകളും നമുക്ക് ഓരോന്നും ലൈക്ക് പലർക്കും പല അനുഭവങ്ങളായിരിക്കും സമ്മാനിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം എനിക്കെന്തായിരുന്നാലും യാത്രകൾ ഇഷ്ടമാണ്. യാത്രകൾ ചെയ്യുന്നത് ഇങ്ങനൊരു മുതലല്ല, അല്ലെങ്കിൽ ഒരു 2 വീലറിലാണെങ്കിൽ അത് അതിലും രസമാണ്. വണ്ടി ഓടിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. വണ്ടികളെ ഇഷ്ടമാണ്, അത് ഇന്ന വണ്ടിയൊന്നുമില്ല. ലൈക്ക് ഇപ്പം നിങ്ങൾക്ക് പറയാം, അതൊരു ലോങ് റൈഡൊക്കെ പോകാൻ ഒരു മിനിമം ഒരു 350-400cc വണ്ടി വേണ്ടേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അത് വേണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഞാൻ ആ രണ്ടാമത്തെ കൂട്ടത്തിൽപ്പെടുന്ന ആളാണ്. എനിക്ക് ലൈക്ക് നമുക്ക് ഓരോ വണ്ടിക്കും ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് ഫ്രം ദ സൈക്കിൾ ഓർ ഫ്രം ദ സ്കേറ്റിംഗ് ബോർഡ് ടു എ ലിറ്റർ ക്ലാസ് ബൈക്ക്. ഓക്കെ, ഓരോ വണ്ടിക്കും, ഓരോ ചക്രമുള്ള ഓരോ വാഹനങ്ങൾക്കും ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് നല്ലതാവാം, മോശമാവാം. അപ്പോൾ അതിനെ അറിഞ്ഞോടിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ലൈക്ക് ഒരു ലിറ്റർ ക്ലാസ് അല്ലെങ്കിൽ ഒരു വലിയ വണ്ടി ഓടിക്കുന്ന പോലെ ഒരു ചെറിയ വണ്ടി ഓടിക്കണം എന്ന് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഒരിക്കലും പറ്റണമെന്നില്ല. ഈ വലിയ വണ്ടി ചെറിയ വണ്ടിയെന്ന് ഞാൻ ക്ലാസിഫൈ ചെയ്യുന്നത് അതിൻ്റെ എഞ്ചിൻ്റെ കപ്പാസിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പ് സ്പീഡോ വെച്ചിട്ടല്ല, അത് നമുക്ക് തരുന്ന ഒരു സന്തോഷം അത് വെച്ചിട്ടാണ്. അപ്പോൾ ഈ വണ്ടി എനിക്ക് ഒരു സന്തോഷം തരുന്നുണ്ട്. അതുകൊണ്ട് ഇത് എൻ്റെ മനസ്സിൽ ഇതൊരു വലിയ വണ്ടി തന്നെയാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ വണ്ടി അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. പ്രത്യേകിച്ച് ആദ്യത്തെ വണ്ടി, എൻ്റെ രണ്ടാമത്തെ വണ്ടിയാണിത്. ഓക്കെ, അതിനെ പറ്റിയൊക്കെ നമുക്ക് പറയാം. അപ്പം ഞാൻ ഈ വണ്ടിയെ പറ്റിയല്ല, ഞാനത് തരുന്ന സന്തോഷത്തെ പറ്റിയും അല്ല അതിൻ്റെ ഫീലിങ്സിനെ പറ്റിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ യാത്രകൾ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ഇങ്ങനെ 2 വീലറിലെ യാത്രകൾ പോകുമ്പോൾ അത് കിട്ടുന്ന ഒരു സന്തോഷവും മനസ്സിന് കിട്ടുന്ന ഒരു കുളിർമയും എല്ലാം വേറെയാണ്. ലൈക്ക് അതൊരു പ്രത്യേക ഫീലാണ് അത്. പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ലൈക്ക് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാർക്ക്. എന്തിനാടാ ഈ ബൈക്കിലൊക്കെ ഇത്രയും ദൂരം പോകണം, നിങ്ങൾക്ക് വല്ല ട്രെയിനോ അല്ലെങ്കിൽ ബസ്സോ കാറോ എടുത്തിട്ട് പോയാൽ പോരെ, അങ്ങനെ ചോദിക്കുന്ന ഒരാൾക്ക് അവരുടെ ചിന്താഗതി തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ല ബാക്ക് പെയിൻ ഉള്ള ഒരാൾക്ക് ഇത്രയും ലോങ് ഒരു 2 വീലറിൽ പോകാമെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം മനസ്സിൻ്റെ ഒരു ഇതാണ്. നമുക്ക് ഓരോരുത്തരും ഓരോ അഭിപ്രായക്കാരാണ്, ഓരോ ചിന്താഗതിയുള്ള ആൾക്കാരാണ്, ഓരോ ടേസ്റ്റ് ഉള്ള ആൾക്കാരാണ് അല്ലേ? അപ്പം അല്ലേ, ഓക്കെ. അപ്പം എന്താ പറയുക, അപ്പം അതാണ് ഈ വണ്ടി. അപ്പോൾ അതാണ് വണ്ടി യാത്ര, അതിനെപ്പറ്റിയൊക്കെ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഉള്ള കാര്യം എന്ന് പറയുമ്പം ഇതാണ് നമ്മുടെ വണ്ടി, കണ്ടോ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ നമ്മൾ കൂടുതൽ യാത്ര ചെയ്യുന്ന ഈ വണ്ടി തന്നെ ആയിരിക്കും അല്ലേ. അല്ലാതെ എവിടെന്നെങ്കിലും വേറെ വണ്ടി കിട്ടുവാണെങ്കിൽ അതിൽ നമ്മൾ ഓടിച്ച് കാണിച്ചു തരാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പം നമ്മുടെ വീഡിയോ ക്വാളിറ്റി. ഓക്കെ, അതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു അങ്ങനെ അധികം എനിക്ക് പറഞ്ഞ ടെക്നിക്കൽ സംഭവങ്ങളോ ഒന്നുമില്ല. ആകെ ഉള്ളൊരു ഫോണാണ്, പിന്നെ ഈ ഒരു വണ്ടിയും. അപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ കാണിക്കും.
അതിപ്പം മാക്സിമം ഞാൻ ഇപ്പോൾ ടൂൾസ് എഡിറ്റ് ചെയ്ത് അതിൻ്റെ പല കാര്യങ്ങളും കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, പിന്നെന്താ? ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടി വന്നതാണ്. എന്താണ് ഞാൻ, അപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് പ്യുവറായിട്ടുള്ള എൻ്റെ ഒരു റൈഡിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യാനാണ്. അല്ലാതെ ഇപ്പോൾ എൻ്റെ പേരോ അല്ലെങ്കിൽ എൻ്റെ ജാതിയോ എൻ്റെ മതമോ ഒന്നും വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ ലൈക്ക് യാത്രകളെ മാത്രം സ്നേഹിച്ച് എൻ്റെ കൂടെ കൂടാൻ എനിക്കൊരു കുറച്ച് കൂട്ടം ആൾക്കാരെ വേണം. ഓക്കെ, അത്രേ ഉള്ള എൻ്റെ ആഗ്രഹം. അതല്ലാതെ കമ്മ്യൂണിറ്റി ബേസിൽ അങ്ങനെ ലൈക്ക് എനിക്കതൊരു താല്പര്യമില്ല. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. അത്യാവശ്യം നല്ലൊരു സ്പോട്ടാണിത്. പിന്നെന്താ പറയുക, ഞാനിപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ തന്നെ കയറി കുറേ നാളുകൊണ്ട് എൻ്റെ മനസ്സിലുണ്ട് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണം. പക്ഷേ നമ്മുടെ കയ്യിൽ നമ്മൾ ഈ ആശാന്മാരായിട്ട് കണ്ടിരിക്കുന്നതെല്ലാം നമ്മുടെ സ്ട്രെല്ലും പിന്നെ അരുൺ സ്മോക്കിയും കൊച്ചി മച്ചാനും അല്ലെങ്കിൽ ക്ലച്ച്ലെസ്സും ഇവരൊക്കെ അല്ലേ. അപ്പം ഇവരുടെയൊക്കെ വീഡിയോയുടെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ എന്നെക്കൊണ്ട് ഒരു 15,000 രൂപ വില വരുന്ന ഫോണിൽ നിന്ന് എത്രത്തോളം ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നെനിക്കറിയത്തില്ല. അപ്പം യെസ്, അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ മടിച്ചിരുന്നത്. പിന്നെ പലരും എന്നോട് പറഞ്ഞു ലൈക്ക്, നിനക്കിതില്ലേ, നിനക്കൊരു ഫോണില്ലേ, നിനക്കൊരു വണ്ടിയില്ലേ, നീ ചെയ്യ്. ഓക്കെ ഞാൻ ചെയ്യുന്നു. അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോൾ എൻ്റെ സംസാരം എത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ സംസാരമൊക്കെ എത്രത്തോളം ശരി, കാരണം എനിക്കങ്ങനെ ലൈക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലോ അല്ലെങ്കിൽ ഒരു വേദിയിലോ ഒരു സ്റ്റേജിലോ നിന്ന് പ്രസംഗിച്ച് അങ്ങനെ വലിയ ശീലമൊന്നുമില്ല. അപ്പോൾ ലൈറ്റൊക്കെ പോയിട്ടുണ്ട്, സൂര്യനൊക്കെ അസ്തമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാം. വേറെ ഒന്നുമില്ല, ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയാൻ ഒന്നുമില്ല, ജസ്റ്റ് ചുമ്മാ എന്താണ്, ഒരു ചാനലൊരു ഫസ്റ്റ് വീഡിയോ വേണമല്ലോ, എന്തെങ്കിലും ഒരു വീഡിയോ വേണമല്ലോ. ഡയറക്റ്റ് നമ്മളൊരു ചാനൽ തുടങ്ങി ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനായിട്ട് നല്ലത് നമ്മൾക്കൊരു നമുക്ക് വി ഷുഡ് നോ ഇറ്റ്സ് അതർ ലൈക്ക്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വണ്ടിയെ പറ്റി അറിയണമെന്നുള്ളവർ എന്തായിരുന്നാലും കീപ് ഫോളോയിങ് മീ. കൂടുതൽ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്തായിരുന്നാലും. ഓക്കെ, അപ്പം പിന്നെന്താ പറയുക, അതെ, വണ്ടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു വണ്ടിയാണ്. ഓക്കെ, അങ്ങനെ പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് നമുക്കൊരു യാത്ര പോകാൻ അല്ലെങ്കിൽ നമുക്ക് ഈ 125cc അല്ലെങ്കിൽ 150cc പോട്ടെ 200cc, ഈ 200cc എന്നൊക്കെ പറഞ്ഞാൽ പണ്ടൊരു കാലത്ത് നമ്മളെ പുളകം കൊള്ളിച്ച ഒരു കാറ്റഗറിയാണ്, ഒരു സെഗ്മെൻറ്റാണ് 200, 150, 125, ഈവൻ ഇന്നത്തെ 97cc പോലും നമ്മളെ സ്പ്ലെൻഡറൊക്കെ. അതിനൊരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്, അതിലൊരാളാണ് ഞാനും. ഓക്കെ, അപ്പം യെസ്, അപ്പം അങ്ങനെ ചിന്തിക്കുന്നവർ അങ്ങനെ ചിന്തിക്കാം, കുഴപ്പമൊന്നുമില്ല. കാരണം ഒരു വലിയ ബൈക്ക് ഓടിച്ച് ശീലിച്ചൊരാൾക്ക് ഒരു ചെറിയ വണ്ടി ഓടിക്കാൻ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണും. കാരണം അത് തരുന്നൊരു പഞ്ചും ഫീലും ഒന്നും കിട്ടണമെന്നില്ല. പക്ഷേ അത് ത്രില്ല് തരുമെങ്കിൽ ഇത് ഫീല് തരും. എനിക്കങ്ങനെയാണ് പറയാനുള്ളത്. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റ്. അപ്പോൾ എൻ്റെ മൈൻഡ് ഇതാണ്, നിങ്ങളുടെ മൈൻഡ് അതാണോ അല്ലേ എനിക്കറിയില്ല. എന്തോ ആയിക്കോട്ടെ. അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം, നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം, സപ്പോർട്ട് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം ഇനിയും ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയിൽ ഗ്രെയിൻസ് വരും. അപ്പോൾ നമുക്ക് ഇനി സംസാരിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. യെസ്, ഇറ്റ്സ് ഓൾവേസ് ഫൺ ടു റൈഡ് എ സ്ലോ ബൈക്ക് ഫാസ്റ്റ് ദാൻ എ ഫാസ്റ്റ് ബൈക്ക് സ്ലോ. യെസ്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.